സ്വാതി മിസ് ആണെടാ. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹിന്ദി സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം, എന്ത് എക്സാമിന് എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഒരു സ്കോർ എനിക്ക് ഹിന്ദിയിൽ കിട്ടാണ്ടിരുന്നത്, ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, എക്സാം നന്നാക്കി എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് ഇല്ലാണ്ടിരുന്നത്, മാർക്ക് കുറഞ്ഞു പോയത് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് പറ്റിപ്പോകുന്ന മിസ്റ്റേക്സ് കാരണമാണ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ മാർക്ക് കുറയുന്നത് അല്ലേ? വേറെ ആരെങ്കിലും കാരണമാണോ? നിങ്ങളുടെ എക്സാം നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ പഠിക്കുന്നു, മാർക്ക് കുറയുന്നത് ആര് കാരണമായിരിക്കും? നിങ്ങൾ കാരണമായിരിക്കും. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പറ്റുന്ന കോമൺ കുറച്ച് മിസ്റ്റേക്സ് കാരണമാണെടാ മാർക്ക് കുറഞ്ഞു പോകുന്നത്. ഈ വീഡിയോയിൽ മിസ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എക്സാമിന് പലപ്പോഴും പറ്റിപ്പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. നോക്കിയാലോ, നമ്മൾ റെഡി ആണല്ലോ? യെസ്. അപ്പം ഹിന്ദി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് എന്തെന്ന് പറയുന്നത്. നിങ്ങൾ ഓതറിൻ്റെ നെയിം പഠിച്ചു വെക്കുന്നില്ല. പല ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്, പക്ഷേ ആ ചാപ്റ്റർ ആരാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ റൈറ്റർ ഓതർ ആരാണ് എന്ന് നിങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ദെൻ രണ്ടാമത് വരുന്ന എന്താണ്? നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ സമ്മറി പഠിച്ചു വെക്കുന്നില്ല. നിങ്ങൾ ചിലപ്പം ഫ്രണ്ട്സ് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടായിരിക്കും മനസ്സിലാക്കി വെക്കുന്നത്. ഈ കഥയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കവിതയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. അങ്ങനെ അല്ലാത്തവരുണ്ടോ? അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും? ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ. അതായത് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മറി കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ്. മലയാളം സമ്മറി മതി, ഹിന്ദി തന്നെ വേണമെന്നൊന്നും ഇല്ല. മലയാളം സമ്മറി എങ്കിലും കംപ്ലീറ്റ് എന്താണ് അതിൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറാറ് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കറക്റ്റ് പഠിച്ച് എത്ര പേര് പോകാറുണ്ട് സമ്മറി എന്നുള്ളത്? റെഡി ആണല്ലോ? അപ്പോൾ രണ്ടാമത് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്? നിങ്ങൾ സമ്മറി പഠിക്കുന്നില്ല എന്നതാണ്. ഇനി മൂന്നാമത് മിസ് പറയാൻ പോകുന്നതാണ് എന്ത് മക്കളെ? മോസ്റ്റ് കോമൺലി മെജോറിറ്റി ആൾക്കാർക്കും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്താണ്? നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്. യെസ്, നിങ്ങൾ എത്ര അടിപൊളിയാക്കി എക്സാം എഴുതിയിട്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടന്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതി വെച്ചിട്ടോ ഒരു കാര്യമില്ല. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നിങ്ങളുടെ മാർക്ക് ഒലിച്ചങ്ങ് പോകും. ആണല്ലോ? നിങ്ങൾക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് എന്താ ചെയ്യുക? പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് നോക്കുമ്പം തന്നെ അയ്യേ ഇത് എന്താണ് ഈ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാ ടീച്ചേഴ്സിന് ഫീൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ആ പേപ്പർ വാല്യൂ ചെയ്യും? അവർക്ക് എങ്ങനെ മാർക്ക് ഇടാൻ വേണ്ടി പറ്റും? വായിച്ച് മനസ്സിലാക്കാൻ എങ്ങനെ പറ്റും? അതിന് പകരം പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്നവർ എന്ത് വിചാരിക്കണം? അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, കുട്ടി കൊള്ളാലോ എന്ന് വേണം ടീച്ചേഴ്സ് ചിന്തിക്കാൻ. അപ്പം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മക്കളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹിന്ദി സബ്ജക്റ്റിൽ. വേറെ ഒരു ലാംഗ്വേജിനെയും സബ്ജക്റ്റിനെയും പോലെ അല്ലടാ ഹിന്ദി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനാണ്. ആൻസേഴ്സ് തെറ്റാണെങ്കിൽ പോലും ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് വരും. യെസ്, ഷുവറായിട്ടും നിങ്ങൾക്ക് മാർക്ക് വരും. സോ മിസ് പറഞ്ഞു വരുന്നത് ഹിന്ദി ലാംഗ്വേജിൽ ഹിന്ദി എക്സാം സമയത്തും ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് പറ്റിപ്പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് അല്ലേ? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഈ മിസ്റ്റേക്ക് കാരണം ആയിരിക്കുമോ, ഇതാണോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ സമ്മറി കറക്റ്റ് എഴുതാനായിട്ടാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേ, ഇതിലേത് മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് പറ്റിപ്പോകുന്നത്, ഏതാണ് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. എന്നിട്ട് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ആ എനിക്ക് ഈ മിസ്റ്റേക്കാണ് പറ്റാറുള്ളത്, ഇത് കാരണമാണ് എനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. മിസ് നോക്കട്ടെ മെജോറിറ്റി പേർക്കും ഏതാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് മാർക്ക് പോകുന്നത് എന്ന് മിസ്സിന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സോ എന്ത് ചെയ്യണം? അടുത്ത എക്സാം നമ്മുടെ ക്രിസ്മസ് എക്സാം ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓതർ ആരാണ് എന്ന് പഠിച്ച് സമ്മറി കറക്റ്റ് മനസ്സിലാക്കി ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ആക്കി എഴുതിയിട്ട് നിങ്ങളൊന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കിയേ. നമുക്ക് നോക്കിയാലോ വിചാരിച്ച പോലെ മാർക്കിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അല്ലേ? നമ്മൾ നോക്കണ്ടേ എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് നഷ്ടമാകുന്നത്, എന്തുകൊണ്ടാണ്, എവിടെയാണ് മിസ്റ്റേക്ക്
മിസ്റ്റേക്ക് പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. അടുത്ത എക്സാമിനേക്ക് ഇതെല്ലാം ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് എക്സാം എഴുതി നോക്കിയാലോ നമ്മൾ. റെഡി അല്ലേ? സോ എന്ത് ചെയ്യുക, നിങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഏതാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മിസ് നോക്കട്ടെ. റെഡി ആണല്ലോ? അടുത്ത എക്സാമിന് നമ്മൾ സെറ്റ് ആക്കും. റെഡിയാണ്? യെസ് മക്കളെ, താങ്ക് യു.